അലർജി ഉള്ള ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ വീട്ടിൽ ചെയ്യാവുന്ന 3 കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു നേസൽ വാഷ്. നമ്മുടെ മൂക്ക് വാഷ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 പ്രയോജനങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ മൂക്കിലുള്ള കഫത്തിനെ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നു. രണ്ടാമത്തത്, നമുക്ക് അലർജി ഉണ്ടാക്കുന്ന അലർജൻസ് എന്ന് പറയുമല്ലോ, അത് നമ്മുടെ മൂക്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റഡ് ആയിട്ടുണ്ടാവും. അതായത് സപ്പോസ് ഡസ്റ്റ് മൈറ്റ്സും പോളൻസ്, ഫംഗസ്, ആനിമൽ ഡാൻഡ്രഫ്, അങ്ങനെ നമ്മുടെ മൂക്കിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതിനെ വാഷ് ഔട്ട് ചെയ്ത് കളയാന്നുള്ളതും നമ്മൾ നേസൽ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. നമ്മളിത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുവെള്ളം വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് വാഷ് ചെയ്യുമ്പോൾ മൂക്കിലുള്ള നമ്മുടെ നോർമൽ ദശകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുങ്ങും കൂടെ ചെയ്യും. അപ്പൊ അതും നമ്മുടെ മൂക്ക് കുറച്ചും കൂടെ ഓപ്പൺ ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആവി പിടിക്കുക, സ്റ്റീം ഇൻഹലേഷൻ ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ ഇട്ടിട്ടും ആവി പിടിക്കാം, അതല്ലാതെ നമുക്ക് സാധാരണ ചൂടുവെള്ളത്തിൽ വെറുതെ ആവി പിടിക്കുകയും ചെയ്യാം. അതൊരു ദിവസത്തിൽ ഒരു 2 നേരമൊക്കെ ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്ന ഒരു കാര്യമാണ്. ആ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മുടെ അലർജിക്കും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം ആണ്. അപ്പൊ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്ത് ഒരു 30 നാനോഗ്രാം പെർ ml കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മളുടെ അലർജീനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. ഇനി നെയ്സൽ വാഷ് നമ്മൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് നെയ്സൽ വാഷിന് താഴെ കമന്റ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന ടെക്നിക്ക് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PDF ഫയലായിട്ട് അയച്ചു തരുന്നതായിരിക്കും.